ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ മാർക്കറ്റ് ടെസ്ല കമ്പനിയുടെ ഉടമസ്ഥനാണ് എലോൺ മസ്ക്. എലോൺ മസ്ക് ഇപ്പോൾ അമേരിക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അദ്ദേഹം ട്രംപ് ഭരിക്കാൻ കയറുന്നതിന് മുമ്പ് ഒരുപാട് രാഷ്ട്രീയ പ്രചാരണത്തിനൊക്കെ കൂട്ടുനിന്ന വ്യക്തിയാണ്. ട്രംപ് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്ല കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായമാകത്തക്ക നിലയിലുള്ള പലതരത്തിലുള്ള നയങ്ങൾ പാസ്സാക്കും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ട്രംപ് ഭരിക്കാൻ കയറിയതിന് ശേഷം ഇറക്കുമതി തീരുവ തുടങ്ങിയ പല ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും അത് ടെസ്ലയുടെ ഇറക്കുമതി കയറ്റുമതിനെയൊക്കെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ എലോൺ മസ്ക് ഇപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കടിച്ചിരിക്കുകയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പലതും അതിൻ്റെ കാർ വിൽപ്പനയെ ഗുരുതരമായി ബാധിച്ചു. പ്രത്യേകിച്ചും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ടെസ്ല കാറുകൾ, അതായത് ചൈനയിൽ പ്ലാന്റ് തുടങ്ങുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ സാങ്കേതിക പരിജ്ഞാനം ചൈനക്കാർക്ക് വളരെ കൂടുതലാണ്. അവിടെ ലോകോത്തര നിലവാരമുള്ള എക്യുപ്മെൻറ്റ്സ് അവിടെ ചൈനയിലുണ്ട്. വളരെ വേഗത്തിൽ ടെസ്ല കാറുകൾ തുച്ഛമായ സമയം കൊണ്ട് ബൾക്കായിട്ട് നിർമ്മിക്കാനായിട്ട് കഴിയും. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാനും കഴിയും. അങ്ങനെ ടെസ്ല കാറുകൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി തീരുവ നിയമം ഉള്ളതുകൊണ്ട് അതിൻ്റെ കാർ മാർക്കറ്റിനെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. എലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂട്ടുകാരനായിട്ടും കൂടെ ഈ നിയമം അയാളുടെ കമ്പനിയും കൂടെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഭരിക്കാൻ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം അദ്ദേഹത്തിന് വിഷയമല്ല. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം അദ്ദേഹം മെല്ലെ അതിൻ്റെ അകത്തുനിന്ന് വലിയുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കച്ചവടക്കാരൻ എന്നും കച്ചവടക്കാരൻ തന്നെയാണ്. അനായാസം നുണ പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഭരിക്കാൻ കയറുന്നതിന് മുമ്പ് പാവപ്പെട്ടവരുടെ കൂടെയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുടെ കൂടെയൊക്കെ നിൽക്കുമെന്ന് പലരും പറയും. പക്ഷേ അധികാരം കൈ കിട്ടിയതിന് ശേഷം അവർക്ക് തോന്നുന്ന പോലെയാണ് ഭരിക്കുന്നത്. ഇതുമൂലം പൊളിഞ്ഞുപോയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ട്. അത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും അപ്രകാരം തന്നെയാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഗിമ്മിക്കാണ്, ഒരു കളിപ്പിക്കൽ സിദ്ധാന്തമാണ്. നുണ പറയാൻ അറിയുന്നവന് മാത്രമേ രാഷ്ട്രീയക്കാരനാവാൻ കഴിയുള്ളൂ. കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് നുണയും പറയും. അതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനും എലോൺ മസ്കിനും സംഭവിച്ചിരിക്കുന്നത്.